സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ. മല്ലിക സുകുമാരൻ മാത്രമല്ല, മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത്ത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട്. സിനിമയിലും സീരിയലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ. ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും വിശേഷങ്ങൾ പലപ്പോഴും അമ്മ മല്ലിക സുകുമാരൻ വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മല്ലിക സുകുമാരന്റെ തമാശയും കാര്യവും കലർന്ന സംഭാഷണങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അഭിമുഖങ്ങൾക്ക് കാഴ്ചക്കാരും ഏറെയുണ്ട്. മക്കളുടെ വിശേഷങ്ങൾ മാത്രമല്ല, മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കഥകൾ വരെ മല്ലികയുടെ അഭിമുഖത്തിൽ വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്താറുള്ളത്. ഇപ്പോൾ മക്കളേക്കാൾ സിനിമയിൽ തിരക്ക് മല്ലിക സുകുമാരനാണ്. സിനിമയിലും സീരിയലിലുമെല്ലാമായി നിറഞ്ഞു നിൽക്കുകയാണ് താരം. ഇപ്പോഴിതാ മരുമക്കളായ സുപ്രിയയെയും പൂർണിമയെയും കുറിച്ച് മല്ലിക പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. താലി ധരിച്ച് നടക്കാത്തവരാണ് സുപ്രിയയും പൂർണിമയെന്നും തന്നെ കാണുമ്പോൾ മാത്രമാണ് താലി ധരിക്കാറുള്ളതെന്നും മല്ലിക പറയുന്നു. അതിന്റെ പേരിൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഭാര്യമാരെ കളിയാക്കാറുണ്ടെന്നും മല്ലിക പറയുന്നു. ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് താലിമാല വേണ്ടല്ലോ, എത്ര പേർ ഇടുന്നുണ്ട് കൃത്യമായി താലിമാല. ഞാൻ ചെല്ലുമ്പോൾ സുപ്രിയയും പൂർണിമയും താലിമാല എടുത്തിടും. അമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവർ കഴുത്തിൽ എടുത്തിട്ടതാണെന്ന് ഇന്ദ്രനും രാജുവും അവരെ കളിയാക്കി പറയും. ഞങ്ങളുടെ കാലത്ത് എല്ലാവരും താലിമാലയൊക്കെ ധരിച്ചാണ് നടക്കാറ്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ചുവപ്പ് സാരി ഉടുത്താൽ ചുവപ്പ് കമ്മൽ, ചുവന്ന മാല, ചുവന്ന സ്ട്രോപ്പുള്ള വാച്ച് എന്നൊക്കെയായി പോയല്ലോ. ഇതിന് ഇപ്പോൾ ആരെയാണ് പറയേണ്ടത്? ആരെയും കുറ്റം പറയാൻ കഴിയില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. മക്കൾ രണ്ടുപേരും കൊച്ചിയിൽ സെറ്റിൽഡ് ആണെങ്കിൽ മല്ലിക ഇപ്പോഴും ഒറ്റയ്ക്കാണ് താമസം. അതിലാണ് തനിക്ക് സന്തോഷമെന്നാണ് താരപത്നി പറയാറുള്ളത്. തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല. എന്നാൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒരേ നഗരത്തിൽ താമസമാക്കിയവരായതിനാലും ഒരേ സിനിമയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇടയ്ക്കിടെ അവർ കണ്ടുമുട്ടാറുണ്ട്. പൃഥ്വിരാജിന്റെ ഒപ്പം 1-2 സിനിമകൾ ഉണ്ടായിരുന്ന വേളയിൽ മല്ലികയ്ക്ക് മകനൊപ്പം ചിലവിടാൻ കുറച്ച് കൂടുതൽ സമയം കിട്ടിയിരുന്നു. മാത്രമല്ല, മല്ലികയുടെ 2 മരുമക്കളും ജോലിയെടുക്കുന്നത് സിനിമാ മേഖലയിലാണ്. പൂർണിമ വിവാഹത്തിന് മുമ്പ് അഭിനേത്രിയായിരുന്നെങ്കിൽ മാധ്യമപ്രവർത്തകയായ സുപ്രിയ മേനോൻ ചലച്ചിത്ര നിർമ്മാതാവിലേക്ക് മാറുകയായിരുന്നു. പൂർണിമ പ്രാണപ്രൊട്ടിക്കും മറ്റുമായി തിരക്കിലാണിപ്പോൾ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകൾ തെരഞ്ഞെടുത്തത് അഭിനയിക്കാറുമുണ്ട്. പൃഥ്വിരാജ് ഇപ്പോൾ എമ്പുരാന്റെ ഷൂട്ടിങ്ങിനായി ഗുജറാത്തിലാണുള്ളത്. ഇന്ദ്രജിത്തും എമ്പുരാനിൽ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട്. മലയാള സിനിമാ ലോകവും പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. ലൂസിഫറിനേക്കാൾ മുകളിലായിരിക്കും എമ്പുരാൻ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലെന്നും താൻ എഴുതിയതിൽ വിശ്വാസമുണ്ടെന്നും അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നുമാണ് നടനും എമ്പുരാന്റെ തിരക്കഥാകൃത്തുമായ മുരളി ഗോപി പറഞ്ഞത്.